അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിന്നിടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന. ആത്മാവിലായിരം മുറിവുണക്കിയിടുന്ന ആത്മീയ നിമിഷമേ ആരാധന, ആത്മാവിലായിരം മുറിവുണക്കിയിടുമേ ആത്മീയ നിമിഷമേ ആരാധന, ആത്മശരീര വിശുദ്ധി നൽകിയിടും അനുഗ്രഹ നിമിഷമേ ആരാധന, 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 സമർപ്പിച്ച നമ്മുടെ ശുശ്രൂഷ രംഗങ്ങളെ സമർപ്പിച്ച എല്ലാ ജീവിത സാഹചര്യങ്ങളെ സമർപ്പിച്ച മാലാഖമാരുടെ ഗണങ്ങളോട് ചേർന്ന്, വിശുദ്ധരുടെ സമൂഹങ്ങളോട് ചേർന്ന്, സഭ മുഴുവന്റെ കൂട്ടായ്മയോട് ചേർന്ന്, ദൈവത്തെ പേർ മഹത്വപ്പെടുത്തുന്ന സകലരോട് ചേർന്ന്, ഈ സമൂഹം മുഴുവനോട് ചേർന്ന്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നുകൊണ്ട് കർത്താവിനെ വിശ്വാസത്തോടെ ഈ നിമിഷങ്ങളിൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സകല ജനപദങ്ങളോട് ചേർന്ന് വിശ്വാസത്തോടെ, തീക്ഷ്ണതയോടെ, ശക്തിയോടെ, അഭിഷേകത്തോടെ ആ സത്യദൈവത്തെ, ജീവിക്കുന്ന ദൈവത്തെ വിശ്വസിച്ച് ആരാധിക്കട്ടെ, സ്നേഹത്തോടെ ആരാധിക്കട്ടെ. കരങ്ങളൊന്ന് വീശി കണ്ണുകളടച്ച് തീക്ഷ്ണതയോടെ ഉൾക്കണ്ണുകൾ കൊണ്ട് കർത്താവിനെ കാണുക. കർത്താവ് സന്ദർശിക്കുന്ന സമയമാണിത്. ലേവ്യർ 26:11 ഞാൻ എന്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും, ഞാൻ നിങ്ങൾ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എന്റെ ജനവുമായിരിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ് യുഗാന്തം വരെ എന്നും കൂടെ ഉണ്ടായിരിക്കുന്ന അരുളി ചെയ്തവൻ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ അരുളി ചെയ്ത കർത്താവ്, ജീവിക്കുന്ന ദൈവം, ഇതാ ഇതാ സത്യദൈവം ഈ തിരുവോസ്തിയിൽ എഴുന്നള്ളിയിരിക്കുന്നു. ആ ജീവിക്കുന്ന ദൈവത്തെ തീക്ഷ്ണതയോടെ മാലാഖമാരുടെ വിശുദ്ധരുടെ മുഴുവൻ സമൂഹങ്ങളോട് ചേർന്ന് മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന് ആരാധനയോട് സ്തുതിക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയരട്ടെ, കർത്താവിന് മുമ്പിൽ സ്വരമുയരട്ടെ. മനസ്സ് തുറന്ന് ആരാധിക്കട്ടെ, ഹൃദയം തുറന്ന് ആരാധിക്കട്ടെ. കർത്താവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച കുഷ്ഠരോഗി സ്വരമുയർത്തി അത്യുച്ചത്തിൽ കർത്താവിനെ സ്തുതിച്ചതുപോലെ, ദാവീദിന്റെ പുത്രാ എന്നിൽ കനിയണമേ എന്ന് അന്ധൻ വിളിച്ചപേക്ഷിച്ചതുപോലെ
ജീവിതത്തിലേക്ക് സൗഖ്യം രക്ഷയും ആഗ്രഹിക്കുന്ന എല്ലാവരും മനസ്സ് തുറന്ന് വിളിക്കുക. നിന്റെ ജീവിതത്തിന് ഏത് പ്രതിസന്ധികളും ഏത് പ്രശ്നങ്ങളുമായിട്ട്, ഏത് നൊമ്പരങ്ങളായിട്ട്, ഏത് പ്രതിസന്ധികളാകട്ടെ, ഏത് അസ്വസ്ഥകളാകട്ടെ, നിരാശപ്പെട്ട അനുഭവങ്ങളാകട്ടെ, നിന്റെ ഹൃദയം ഇന്ന് അടഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിക്കോട്ടെ, നീ വിളിക്കുക. വിശ്വാസത്തോടെ കർത്താവിനെ വിളിക്കുക. സ്വരമേർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഓ ദൈവമേ ആരാധിക്കുന്നു. ഓ പിതാവായ ദൈവമേ ആരാധിക്കുന്നു. ഏകപുത്രനെ നൽകാൻ തക്കവിധം ലോകത്തെ സ്നേഹിച്ച പിതാവെ ആരാധിക്കുന്നു. ഓ പുത്രനായ യേശുവേ, മനുഷ്യനായി അവതരിച്ച് ഞങ്ങളോട് കൂടെ വസിച്ച് കുരിശിൽ മരിച്ച് തിരുവുത്ഥാനം ചെയ്ത യേശുവേ ആരാധിക്കുന്നു. ഞങ്ങളെ സഹായിക്കുന്ന ശക്തിപ്പെടുന്ന പരിശുദ്ധാത്മാവെ ആരാധിക്കുന്നു. ബോധ്യത്തോടെ വിശ്വാസത്തോടെ സ്ത്രീയക ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അല്ല 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ സ്നേഹത്തോടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ദൈവത്തെ ഹൃദയം തുറന്ന് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കുകയാണ്. ദൈവം എൻ്റെ ജീവിതങ്ങളിലേക്ക് വർഷിച്ച എല്ലാ നന്മകളെ അനുഗ്രഹങ്ങളെ ഓർത്ത്, കർത്താവ് എൻ്റെ ജീവിതത്തെ ഇന്നോളം വഴി നടത്തിയ എല്ലാ അനുഭവങ്ങളെ ഓർത്ത് ഹൃദയം തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം എന്നെ ഇന്നോളം സ്നേഹിച്ചതിനെ ഓർത്ത് കർത്താവിനെ ഹൃദയം തുറന്ന് സ്നേഹിച്ച് അവിടുത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തട്ടെ. കരങ്ങളടിച്ച് തീഷ്ണതയോടെ ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ, ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ഉയർത്തിയടിച്ച അങ്ങേക്ക് ആരാധന, ഉയർത്തിയടിച്ച ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ, ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. കരങ്ങൾ താഴ്ത്തി വിശ്വാസത്തോടെ ബോധ്യത്തോടെ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നു. മനുഷ്യനായി അവതരിച്ചവൻ, എനിക്ക് വേണ്ടി കുരിശിൽ പീഡ സഹിച്ച, കുരിശിൽ ജീവൻ അർപ്പിച്ചവൻ, തിരുവുദ്ധാനം ചെയ്തവൻ, ആ ജീവിക്കുന്ന ദൈവം ഈ തിരുവോസ്തിയിലുണ്ട്. ബോധ്യത്തോടെ യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് ആരാധിക്കട്ടെ.
യേശുവേ നാഥ അങ്ങേ ചേർന്ന് പാടി ആരാധിച്ചിടുന്നീതാ. വിശ്വാസത്തോടെ യേശുവേ നാഥ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നീതാ. പൂർണ്ണ ഹൃദയത്തോടെ യേശുവേ നാഥ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നീതാ. യേശുവേ നാഥ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നീതാ. കരങ്ങൾ ഉയർത്തിയടിച്ച് അങ്ങേക്ക് ആരാധന, ആരാധന, അങ്ങേക്ക് ആരാധന, ആരാധന, അങ്ങേക്ക് ആരാധന, ആരാധന, അങ്ങേക്ക് ആരാധന. വീണ്ടും കരങ്ങൾ താഴ്ത്തി വിശ്വാസത്തോടെ ബോധ്യത്തോടെ ഈ കൂട്ടായ്മയിൽ പരിശുദ്ധ അമ്മാവൻ ആരാധിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചപ്പോൾ അവരിലേക്ക് നിറഞ്ഞ ദൈവിക ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്റെ ജീവിതത്തിലെ ആവരിക്കാൻ ദാഹത്തോടെ, തീക്ഷ്ണതയോടെ, ആഗ്രഹത്തോടെ ആത്മാവ് ശക്തിപ്പെടുത്താൻ സഹായിക്കാൻ ആഗ്രഹിച്ച് സ്തുതിക്കട്ടെ. ദിവ്യകാരുണ്യമേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നീതാ. ദിവ്യകാരുണ്യമേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നീതാ. ദിവ്യകാരുണ്യമേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നീതാ. ദിവ്യകാരുണ്യമേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നീതാ. കരങ്ങൾ ഉയർത്തി അങ്ങേക്ക് ആരാധന, ആരാധന, അങ്ങേക്ക് ആരാധന, ആരാധന, അങ്ങേക്ക് ആരാധന, ആരാധന, അങ്ങേക്ക് ആരാധന. ആബാ പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നീതാ. താഴ്ത്തി ആബാ പിതാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നീതാ. ആബാപിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നീതാ. ആബാപിതാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നീതാ. ആരാധന, അങ്ങേക്ക് ആരാധന, 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 കരങ്ങൾ ഉയർത്തിയടിച്ച് ആരാധന, അങ്ങേക്ക് ആരാധന, ഹല്ലേലൂയ. ആരാധന, അങ്ങേക്ക് ആരാധന, ആരാധന, അങ്ങേക്ക് കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി കണ്ണുകൾ അടച്ച് തീക്ഷ്ണതയോടെ വിശ്വാസത്തോടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച നിന്റെ ജീവിതങ്ങളെ കർത്താവ് ഇന്നോളം സ്പർശിച്ചതിന്, വഴി നടത്തിയതിന്, ശക്തിപ്പെടുത്തുന്നതിന്, ആയുസ്സും ആരോഗ്യവും നൽകി നയിച്ചതിന് നന്ദി പറഞ്ഞ് ജീവിതത്തിൽ ഒരുപാട് പരാതികൾക്കപ്പുറം ദൈവത്തിന് നന്ദി പറഞ്ഞ് ഹൃദയത്തിൽ ദൈവത്തെ സ്നേഹിച്ച വിശ്വാസത്തോടെ ബോധ്യത്തോടെ മകനെ മകളെ നീ എവിടെ ഇരുന്നാലും തീക്ഷ്ണതയോടെ ഈ നിമിഷങ്ങളിൽ നിന്റെ ദൈവത്തെ ആരാധിക്കുക. വിശ്വാസത്തോടെ ആരാധിക്കുക, ബോധ്യത്തോടെ ആരാധിക്കുക. മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് അതരം തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 ഹല. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. എല്ലാവരും തീക്ഷ്ണതയോടെ സ്തുതിക്കട്ടെ, വിശ്വാസത്തോടെ സ്തുതിക്കട്ടെ. കർത്താവ് സ്പർശിക്കട്ടെ, സൗഖ്യം പകരട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ സമൂഹത്തിൽ ഉളവാക്കുന്ന നിമിഷങ്ങളാണ്. വിട്ടുകൊടുത്ത് സ്തുതിക്കുക, രോഗങ്ങളെ വിട്ടുകൊടുക്കുക, ജീവിതത്തെ വിട്ടുകൊടുക്കുക, തകർച്ചകളെ വിട്ടുകൊടുക്കുക. മകനെ മകളെ നീ എവിടെ ഇരുന്നു കൊണ്ട്, ലോകത്തിന് ഏത് ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ നിമിഷം ഈ പ്രാർത്ഥനയിൽ ശുശ്രൂഷയിൽ പങ്കുചേരുന്നോ, കർത്താവ് നിന്റെ ജീവിതത്തെ സ്പർശിക്കും. നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, ബോധ്യത്തോടെ പ്രാർത്ഥിക്കുക. നീ ജീവിക്കുന്ന ദൈവത്തിന്റെ മകനും മകളുമാണെന്ന് ഏറ്റുപറച്ചിലോടെ പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിന്റെ ബലഹീനതകളോ പോരായ്മകളോ പാപാവസ്ഥകളോ മറന്ന് നിന്നോട് ക്ഷമിക്കുന്ന കരുണ കാണിക്കുന്ന കർത്താവിൽ വിശ്വസിച്ച് സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 ഹല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി കരങ്ങൾ കൂപ്പി സ്നേഹത്തോടെ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം തന്നെ തമ്പുരാന്റെ മുമ്പിൽ ശാന്തമായി നിൽക്കുന്നു. കർത്താവേ, ബലഹീനമായ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായും ഈ നിമിഷം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. കർത്താവേ, പുറപ്പാട് പുസ്തകം 9:16 അവിടുന്ന് ഫറവോയോട് അരുളിച്ചത് വാക്കുകൾ ഞങ്ങൾ വായിക്കുന്നുണ്ട്. എൻ്റെ ശക്തി നിനക്ക് വെളിപ്പെടുത്താനും
എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കുവാനുമാണ് നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിച്ചത്. കർത്താവേ, എൻ്റെ ജീവിതങ്ങളിൽ അവിടുന്ന് എനിക്ക് ആയുസ്സ് നൽകിയതാ, എനിക്ക് ആരോഗ്യം നൽകിയതാ, എനിക്ക് ശക്തി നൽകിയതാ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താനാണ്. അങ്ങയുടെ ശക്തി എനിക്ക് വെളിപ്പെടുത്താനാണ്. എൻ്റെ ജീവിതത്തിൻ്റെ പോരായ്മകളുടെയും കുറവുകളുടെയും ഒത്തിരി അസ്വസ്ഥതകൾ എനിക്ക് അങ്ങയുടെ മുമ്പിൽ നിരത്താനുണ്ട് കർത്താവ്. നല്ലതിലെത്രയോ ഉപരിയാണ് അവിടുന്ന് എൻ്റെ ജീവിതത്തെ അനുഗ്രഹിച്ചിട്ടുള്ളത്, എൻ്റെ ജീവിതത്തെ ഉയർത്തിയിട്ടുള്ളത്. ബലഹീനമായ എൻ്റെ ജീവിതത്തെ മുഴുവനും ഈ രാത്രിയിൽ അങ്ങയുടെ ജീവിക്കുന്ന ദിവ്യകാരുണ്യ സ്നേഹത്തോട് ചേർത്ത് വെച്ച് യേശുവേ, യേശുവേ, അങ്ങയുടെ ഒരു സ്പർശനത്തിന് വേണ്ടി മനസ്സ് കൊതിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, ഒരുപാട് കാര്യങ്ങളിൽ പ്രത്യാശ അർപ്പിച്ചു, ഒരുപാട് കാര്യങ്ങളിൽ ലോകത്തിൻ്റെ മറ്റു വ്യാമോഹങ്ങളിൽ വ്യാപരിച്ചെൻ്റെ മനസ്സ് നടന്നു. ലോകത്തിൻ്റെ സന്തോഷങ്ങൾ, അത് നൽകുന്ന സുഖത്തിന് വേണ്ടി ഒരുപാട് പരതി നടന്നു. ദൈവമേ, ഞാൻ തിരിച്ചറിയുക, യഥാർത്ഥ സൗഖ്യം, യഥാർത്ഥ രക്ഷ അങ്ങൻ്റെ ജീവിതത്തെ സ്പർശിക്കുമ്പോൾ മാത്രം എനിക്ക് ലഭിക്കുന്നതാണെന്ന്, അങ്ങൻ്റെ ജീവിതത്തെ കടാക്ഷിക്കുമ്പോൾ മാത്രം ലഭിക്കുന്നതാണെന്ന് തിരിച്ചറിവോടെ പ്രാർത്ഥിക്കുകയാണ്. ജീവിതം മുഴുവനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ നിമിഷം ഈശോയെ സ്നേഹിക്കാം, ഹൃദയം തുറന്ന് സ്നേഹിക്കാം. ദിവ്യകാരുണ്യ സാന്നിധ്യത്തിന് മുമ്പിൽ ശാന്തമായി ഇരിക്കുകയാണ്. ശാന്തമായി എല്ലാവരും ഇരിക്കുകയാണ് ദിവ്യകാരുണ്യ സാന്നിധ്യത്തിന് മുമ്പിൽ ഈ നിമിഷം. മറിയം അവിടുത്തെ പാദാന്തികത്തിലിരുന്നത് പോലെ ശാന്തമായി തിരുസാന്നിധ്യത്തിന് മുമ്പിൽ അവിടുത്തെ സ്നേഹിക്കാൻ വേണ്ടി നമുക്കിരിക്കാം. നിവർന്നിരുന്ന ഏകാഗ്രത ലഭിക്കാൻ കണ്ണുകൾ അടച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കണ്ണുകൾ അടച്ച് ഇരുന്ന നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന, നിനക്ക് വേണ്ടി കുരിശിൽ ജീവൻ പോലും ബലിയർപ്പിക്കാൻ മനസ്സായ ഈശോയെ ഹൃദയത്തിൽ ധ്യാനിക്കാം. കണ്ണുകൾ തുറന്നിരിക്കുന്നവർ ദിവ്യകാരുണ്യ ഈശോയെ മാത്രം നോക്കിയിരിക്കുന്നു. മനസ്സ് മറ്റെങ്ങും പതറാതെ പരതാതെ ഏറ്റവും ശാന്തമായി ഈശോയെ സ്നേഹിക്കുന്ന ഒരു നിമിഷമാണിത്. ഒരു വ്യക്തിയുടെ മുമ്പിൽ എന്നതുപോലെ എൻ്റെ ഹൃദയം കർത്താവിന് മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന സമയമാണ്. 119 സങ്കീർത്തനത്തിൻ്റെ 71 വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ കർത്താവ് ചെവിചായിച്ച് എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരവരുളി. ദൈവമേ, അങ്ങയുടെ ഈ സാന്നിധ്യത്തിന് മുമ്പിൽ എൻ്റെ അവസ്ഥ മുഴുവനും ഞാൻ വിവരിക്കുകയാണ് കർത്താവ്. ഈ രാത്രിയിൽ സ്നേഹത്തോടെ അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്തിലൂടെ ഞാൻ ചേർന്നിരിക്കുക കർത്താവെ. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെക്കാൾ ഉപരിയായിട്ട് ഞാൻ ഒത്തിരി പരാതിപ്പെട്ടിട്ടുണ്ട് കർത്താവെ. ലഭിക്കാതെ പോയ ഒരുപാട് അനുഗ്രഹങ്ങളെ ഓർത്ത്, മറ്റു പല കാര്യങ്ങളെ ഓർത്ത്, മറ്റു പലരോടും താരതമ്യപ്പെടുത്തിയും ലോകത്തിലെ പല കാര്യങ്ങളും ആഗ്രഹിച്ചു എൻ്റെ മനസ്സ് അങ്ങയോട് ഒരുപാട് പരാതിപ്പെട്ടിട്ടുണ്ട്. ലഭിക്കാതെ പോയ ഒത്തിരിയേറെ കാര്യങ്ങളെ ഓർത്ത്. ദൈവമേ, ഈ രാത്രി അങ്ങയുടെ മുമ്പിലായിരിക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുകയാണ്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ലഭിക്കാതെ പോയ അനുഗ്രഹങ്ങളെക്കാൾ എത്രയോ ഉപരിയാണ് കർത്താവെ എൻ്റെ ജീവിതങ്ങളിൽ അവിടുന്ന് വർഷിച്ചിട്ടുള്ള നന്മകൾ, അനുഗ്രഹങ്ങളെന്ന്. യേശുവേ, പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാറുള്ളത് പോലെ നന്ദി പറഞ്ഞാൽ തീരാത്ര അനുഗ്രഹങ്ങളാണ് അവിടുന്ന് തന്നിട്ടുള്ളത്. ഹൃദയം നിറഞ്ഞ നന്ദിയോടെ, ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ഈ രാത്രിയിൽ
നിന്റെ ദിവ്യകാരുണ്യ സന്നിധ്യത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുക ദൈവമേ. ഉള്ള മുഴുവൻ നന്ദി പറയുക ഈശോ. ഹൃദയം തുറന്ന് നന്ദി പറയുക ദൈവമേ. ജീവിതത്തിലെ ചില നിരാശയുടെ അനുഭവങ്ങളിലൊക്കെ പലതവണ ആവർത്തിച്ച് എനിക്ക് ഉത്തരം ലഭിക്കാതെ വന്നപ്പോൾ മനസ്സ് മരവിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവമുണ്ടോ? ദൈവമുണ്ടോ? ദൈവം ഉണ്ടെങ്കിൽ എന്താ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കാത്ത? ഹൃദയം തകർന്ന, മനസ്സ് മരവിച്ച എൻ്റെ ജീവിതത്തിൻ്റെ ഏകാന്തതയിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞപ്പോഴൊക്കെ ദൈവം ഉണ്ടെങ്കിൽ എന്തേ എൻ്റെ ജീവിതത്തിൽ അവിടെ നിന്ന് പ്രവർത്തിക്കാത്ത? എന്തുകൊണ്ടാ എനിക്ക് അനുഗ്രഹം തരാത്ത? സങ്കടത്തോടെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. കർത്താവേ, ഞാൻ തിരിച്ചറിയുക, എനിക്കിന്ന് ജീവനുണ്ടെങ്കിൽ, എനിക്ക് ആയുസ്സുണ്ടെങ്കിൽ, എനിക്കിന്ന് കഴിവ് ശക്തി ഉണ്ടെങ്കിൽ ദൈവമേ അത് അങ്ങയുടെ ദാനമാ. എനിക്കിന്നുള്ളതൊക്കെ അങ്ങയുടെ അനുഗ്രഹം മാത്രമാണ്. പൗലോസിനെ പോലെ ഞാൻ പറയുക കർത്താവേ, വിശ്വാസത്തോടെ ഞാൻ പറയുക കർത്താവേ, ഞാൻ എന്താണോ അത് അങ്ങയുടെ കൃപയ മാത്രമോ, അങ്ങയുടെ കൃപയ അനുഗ്രഹത്തെ മാത്രമോ. ദൈവമേ, ഈ രാത്രിയിൽ സ്നേഹത്തോടെ സമർപ്പിക്കുക ഈശോ. ഞാൻ അങ്ങയെ സ്നേഹിക്കണം. ഞാൻ ഇന്നോളം അങ്ങയെ സ്നേഹിക്കാതെ പോയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ അങ്ങ് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാതെ പോയിട്ടുണ്ട്. കർത്താവേ, പലപ്പോഴും അനുഗ്രഹത്തിന് വേണ്ടി മാത്രം അങ്ങയോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറിയിട്ടുണ്ട്. അനുഗ്രഹത്തിന് വേണ്ടി മാത്രം അങ്ങയെ തൊടാൻ നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറിയിട്ടുണ്ട്. പല ആത്മീയ ശുശ്രൂഷകളും പങ്കുചേർന്നിട്ടുണ്ട്. അങ്ങനെ ഒന്ന് സ്പർശിക്കാൻ, അങ്ങനെ ഒന്ന് കഴുകാൻ, എൻ്റെ ജീവിതത്തെ ഒന്ന് വിശുദ്ധീകരിക്കാൻ ദൈവമേ അതിന് മനസ്സ് വരാതെ ഞാൻ മറ്റു പല കാര്യങ്ങളിലും വ്യാപൃതനായിട്ടുണ്ട്. അങ്ങനെ തൊടാൻ വരുമ്പോൾ ഞാൻ അങ്ങനെ നകന്നിട്ടുണ്ട്. പത്രോസിനെ പോലെ കർത്താവേ നീ എന്നെ കഴുകരുത്, നീ എന്നെ കഴുകരുതെന്ന് ഞാൻ പലതവണ മറുതലിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൈവമേ, ഞാൻ അങ്ങയുടെ സ്നേഹത്തിൽ ഓടി അകന്നിട്ടുണ്ട്. അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം നടന്നിട്ടുള്ള വ്യക്തിയെ ഞാൻ അങ്ങയെ സ്നേഹിക്കാൻ മറന്നുപോയിട്ടുണ്ട്. ഈ രാത്രിയിൽ അങ്ങയോട് ചേർന്നിരുന്ന് എൻ്റെ ജീവിതങ്ങളിലേക്ക് മുഴുവൻ സമർപ്പിച്ച പ്രാർത്ഥിക്കുക. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അവിടുന്ന് തന്നെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ കർത്താവേ. എൻ്റെ ജീവിതങ്ങൾ സൗഖ്യപ്പെടാൻ, എൻ്റെ ജീവിതങ്ങൾ രക്ഷയിലേക്ക് വരാൻ, എൻ്റെ ജീവിതങ്ങളിൽ ഒരു വിടുതൽ ലഭിക്കുവാൻ, എൻ്റെ ജീവിതങ്ങൾ ഒരു ഉയർച്ചയിലേക്ക് വരാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ, ഞാൻ അഭിഷേകം പ്രാപിക്കുവാൻ കർത്താവേ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയോട് ചേർന്നിരിക്കുന്നു. എല്ലാത്തിലും ഉപരിയായി പ്രാണപ്രിയ യേശുവേ, യേശുവേ, മറ്റെന്തിലുപരി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാനങ്ങയെ ഒരുപാട് സ്നേഹിക്കുന്നു. അങ്ങയോടുള്ള എൻ്റെ ആത്മീയ ബന്ധത്തെ കൂടുതൽ ദൃഢപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുക കർത്താവേ. വിശ്വാസം എന്നത് എൻ്റെ ജീവിതത്തിൽ അങ്ങയോടുള്ള വ്യക്തിപരമായ ബന്ധമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ദൈവമേ, ഒരു വ്യക്തിപരമായ ബന്ധം, അങ്ങയോടുള്ള ആഴപ്പെട്ട ബന്ധം ആഗ്രഹത്തോടെ സമർപ്പിക്കുന്നു. യേശുവേ, എന്നെ സ്പർശിക്കണം. പ്രാണപ്രിയ യേശുവേ, യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, ദൈവമേ, ഞാൻ അനുഭവിച്ച് പാടുന്നു. നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്ഥനാഥ, പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്ഥനാഥ, എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുഴുവനും തരും നീതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുഴുവനും തരും നീതാ. എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ തലങ്ങളെ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കാറുണ്ട്. ഇന്നോളം അങ്ങയെ സ്നേഹിക്കാൻ മറന്നുപോയിട്ടുള്ളതിനൊക്കെ
മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതങ്ങളിലേക്ക് അങ്ങയുടെ സൗഖ്യം ഒഴുകാൻ, അങ്ങയുടെ ശക്തി ഒഴുകാൻ, അങ്ങയുടെ കൃപ ഒഴുകാൻ ദാഹത്തോടെ അങ്ങയോട് എൻ്റെ ബലഹീനമായ ശരീരത്തെ, എൻ്റെ ജീവിതത്തിൻ്റെ തലങ്ങളെ, എൻ്റെ സങ്കടങ്ങളെ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളെ, എൻ്റെ സ്വകാര്യ ദുഃഖങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന യേശുവേ, സൗഖ്യം പകരണമേ. അങ്ങുമായുള്ള ആഴപ്പെട്ട ബന്ധത്തിലൂടെ, ആഴപ്പെട്ട സൗഹൃദത്തിലൂടെ ഞാൻ അഭിഷേകം പ്രാപിക്കട്ടെ. സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. തള്ളപ്പെട്ട എൻ്റെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എൻ്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി. ഉയർത്തി കർത്താവിന് മുമ്പിൽ വിശ്വാസത്തോടെ പറയുക, കർത്താവേ, എന്റെ സ്നേഹം നിനക്ക് മാത്രം, വേറെ ആരും കവരിയില്ല. എന്നെ മുഴുവൻ സമർപ്പിക്കുന്ന കർത്താവേ, എന്റെ ശരീരത്തെ, മനസ്സിനെ, ഹൃദയത്തെ, എന്റെ പാപമംഗലമായ അവസ്ഥകളെ ഒക്കെ സമർപ്പിക്കുന്ന ദൈവമേ, സ്പർശിക്കണമേ, സ്പർശിക്കണമേ, സ്പർശിക്കണമേ. യേശുവേ, 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 ലോകത്തിന്റെ സ്നേഹത്തിന് വേണ്ടി അലഞ്ഞ എന്റെ മനസ്സിനെ, ലോകത്തിന്റെ ദാഹങ്ങളും മോഹങ്ങളുമുള്ള എന്റെ ജീവിതത്തെ നീ ഏറ്റെടുക്കണമേ, നീ സ്പർശിക്കണമേ, നീ തൊടണമേ, സൗഖ്യപ്പെടുത്തണമേ. എല്ലാവരും ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കട്ടെ, ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കട്ടെ. സമർപ്പിക്കുന്ന കർത്താവ്, ജീവിതം മുഴുവനെ ഉയർത്തിപ്പിടിക്കുന്ന കർത്താവ്, ബലഹീനതകളും കുറവുകളുമുള്ള ജീവിതത്തെ, പോരായ്മകളുള്ള ജീവിതത്തെ, സൗഖ്യം പ്രാപിക്കേണ്ട ജീവിതത്തെ, രോഗബാധിതമായ എൻ്റെ ശരീരത്തെ, യേശുവേ, ഒരുപാട് മുറിവുള്ള എൻ്റെ മനസ്സിനെ സമർപ്പിക്കുന്ന കർത്താവേ, ഒരു നിമിഷം സ്പർശിക്കണമേ കർത്താവേ, സ്പർശിക്കണമേ കർത്താവേ, സൗഖ്യം തരണമേ കർത്താവേ, എൻ്റെ ഈ പാപാവസ്ഥകളിൽ നിന്ന് മോചനം തരണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ സാക്ഷിയാക്കി ഉയർത്തുവാൻ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിവർന്നിരുന്ന കണ്ണുകൾ അടച്ച് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എൻ്റെ സ്നേഹം നിനക്ക് മാത്രം. ദൈവമേ, പല സ്നേഹത്തിന് പിന്നാലെ ഞാൻ വരക്കം പാഞ്ഞു, അംഗീകാരത്തിന് പിന്നാലെ, മറ്റുള്ളവരുടെ പ്രോത്സാഹനം ആഗ്രഹിച്ച്, മനുഷ്യപ്രീതി ആഗ്രഹിച്ച് ഒരുപാട് അലഞ്ഞ മനസ്സായി എൻ്റെത്. എന്ന് ഞാൻ തിരിച്ചറിയുക കർത്താവേ, അങ്ങനെ അംഗീകരിച്ചില്ലെങ്കിൽ, അങ്ങുമായുള്ള ബന്ധം എനിക്കില്ലെങ്കിൽ, ഞാൻ ലോകത്തിൽ എത്രയോ മഹത്വമുള്ള വ്യക്തിയായിരുന്നാലും, ആരൊക്കെ എൻ്റെ ജീവിതത്തെ പ്രകീർത്തിച്ചാലും, ആരൊക്കെ എന്നെക്കുറിച്ച് നല്ലവനെന്ന് നല്ലവളെന്ന് പറഞ്ഞാലും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പിതാവിൽ നിന്ന് ഈശോയെ അങ്ങയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയതുപോലെ എൻ്റെ ജീവിതങ്ങളെക്കുറിച്ചുള്ള സാക്ഷ്യമില്ലെങ്കിൽ, ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരുവനെ ഞാൻ കണ്ടെന്ന് പ്രവർത്തനം 13:22 വചനത്തിൽ പറയുന്നത് പോലെ, എൻ്റെ ജീവിതം അങ്ങയുടെ ഹൃദയത്തിന് ഇണങ്ങിയതല്ലെങ്കിൽ
ദൈവമേ, എൻ്റെ ഈ ജീവിതം ഭർത്താവിലുള്ള ജീവിതമാണെന്ന് തിരിച്ചറിയുക. ഈ ലോക ജീവിതം മാത്രം ലക്ഷ്യം വെച്ച അതപ്പതിച്ചവരെ ജീവിതമായിട്ട് മാറുമെന്ന് തിരിച്ചറിയുക കർത്താവേ. അവിടെ എൻ്റെ ജീവിതത്തെ സ്പർശിക്കുന്നത്, എനിക്ക് സൗഖ്യം തരുന്നത്, എനിക്ക് ആയുസ്സും ആരോഗ്യവും തരുന്നത്, വീണ്ടും ഒരു വർഷം കൂടെ അവിടുന്ന് എനിക്ക് ദാനമായിട്ട് നൽകുന്നത് കർത്താവേ, അങ്ങയുടെ ശക്തി പ്രകടമാക്കാനാണ്. അങ്ങേക്ക് ഞാനൊന്ന് സാക്ഷ്യം വഹിക്കാനാണ്. അങ്ങയുടെ ജീവിതത്തെ ഒന്ന് സ്പർശിക്കുന്നതിലൂടെ ഞാൻ അങ്ങയുടെ പ്രിയപ്പെട്ട മകനും മകളുമായിട്ട് മാറുന്നതിന് വേണ്ടിയാണ് തിരിച്ചറിയുക. ഈശോയെ, ഈശോയെ, ഒരുപാട് മുറിവുകളുള്ള, ഒത്തിരി മനസ്സിൻ്റെ നിരാശകളാൽ ജീവിതം പോലെ മുമ്പോട്ട് നീക്കണമെന്ന് അസ്വസ്ഥപ്പെടുത്ത എൻ്റെ ജീവിതത്തെ അവിടെ നിന്ന് സ്പർശിച്ചാൽ മാത്രമേ ആ സൗഖ്യത്തിലേക്ക് വരികയുള്ളൂ കർത്താവേ. ഈ രാത്രിയിൽ നിന്റെ സ്നേഹത്തോട് ചേർന്നിരുന്ന് ഞാൻ പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. എല്ലാവരും കണ്ണുകളടച്ച് ഹൃദയത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കണ്ണുകളടച്ച് ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ, എൻ്റെ ജീവിതത്തെ ഒന്ന് ശക്തിപ്പെടുത്തുവാൻ, എൻ്റെ ജീവിതങ്ങളിലേക്ക് ഒരു സൗഖ്യം പകരുവാൻ യേശുവേ നീ വരണമേ. എൻ്റെ മുറിവണക്കാൻ, എൻ്റെ നിരാശ മാറ്റുവാൻ കടന്നു വരണമേ. യേശു ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. എന്റെ ജീവിതത്തെ കർത്താവ് സ്പർശിക്കട്ടെ. അനേകരുടെ ജീവിതങ്ങളെ കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. നാഥാവരേണമേ, എന്റെ ആന്തരിക മനുഷ്യനെ സ്പർശിക്കണം. ആന്തരിക മുറിവുകളെ തൊട്ട് സുഖപ്പെടുത്തണം. സൗഖ്യം നൽകണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. കർത്താവ് സ്പർശിക്കുന്നു, കർത്താവ് സ്പർശിക്കുന്നു. ചില മാനസിക സമ്മർദ്ദങ്ങൾ മൂലം ശരീരത്തിലുള്ള ചില രോഗബാധിതകൾ കൊണ്ട് കർത്താവ് സൗഖ്യപ്പെടുന്ന സമയമാണ്. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. മകനെ, മകളെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, ഈശോയെ, എന്നെ തൊടണമേ, എന്നെ തൊടണമേ കർത്താവേ. യാക്കോബിനെ പോലെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നെ അനുഗ്രഹിക്കാതെ നീ പോകരുത്, എന്നെ അനുഗ്രഹിക്കാതെ നീ പോകരുത്. യേശുവേ, 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 സൗഖ്യം നൽകണമേ. കരങ്ങൾ മടിയിൽ വെച്ച് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, എൻ്റെ മനസ്സിൻ്റെ സ്വകാര്യ നൊമ്പരങ്ങളൊക്കെ അറിയുന്നവനായ അങ്ങയുടെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ ഞാൻ തയ്യാർത്ത് വയ്ക്കുക. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും, ഞാനൊരു ക്രൈസ്തവനാണെന്ന് പറയുമ്പോഴും, കർത്താവേ, അങ്ങേക്കൊരു സാക്ഷ്യം വഹിക്കാൻ മാത്രം ഒരു ജ്വലനം എനിക്കില്ലെന്ന് ഞാൻ തിരിച്ചറിയുക. ഈശോയെ, ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി ബധിരനും നാവിന് തടസ്സമുള്ളവനുമായവന്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് സൗഖ്യം പകർന്നതുപോലെ കർത്താവേ, അങ്ങേക്ക് സാക്ഷ്യം വഹിക്കാൻ മാത്രമുള്ള ശക്തിയും ബലവും എൻ്റെ ജീവിതങ്ങൾക്ക് ലഭിക്കാനായിട്ട്, ബലഹീനമായ എൻ്റെ ജീവിതങ്ങളിലേക്ക് ലഭിക്കാനായിട്ട് ആഗ്രഹത്തോടെ സമർപ്പിക്കുക ദൈവമേ. അന്ധന്റെ കണ്ണുകളിൽ അവിടുന്ന് സ്പർശിച്ചപ്പോൾ മനുഷ്യരെ മരങ്ങളെപ്പോലെ കണ്ടവന്റെ കണ്ണുകളിൽ വീണ്ടും അവിടുന്ന് തൊട്ട് പൂർണ്ണ സൗഖ്യത്തിലേക്ക് അവനെ ഉയർത്തിയതുപോലെ ഈ രാത്രിയിൽ കർത്താവേ, നിന്റെ മുമ്പിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. ഈശോയെ, വചനം ഒന്ന് കേട്ട് വചനത്തിലൊന്ന് ആഴപ്പെടാൻ, ഒന്ന് ജീവിക്കാൻ എനിക്ക് പറ്റുന്നില്ല കർത്താവേ. പലപ്പോഴും ആത്മീയ ശുശ്രൂഷ ഞാൻ പങ്കെടുക്കുന്നുണ്ട്, വചനം ഞാൻ കേൾക്കുന്നുണ്ട്,
കുറേയേറെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കൊരു തീഷ്ണത കിട്ടുന്നില്ല. എന്നാൽ ഈ ലോകത്തിൻ്റെ വശ്യതകളും അതിൻ്റെ വ്യാമോഹങ്ങളും എൻ്റെ ജീവിതത്തെ ആകർഷിക്കുമ്പോൾ പെട്ടെന്ന് അതിലേക്ക് വീണു പോകുന്ന ഒരു മാനസികമായ ബലഹീനത എന്നിലുണ്ട് കർത്താവേ. എൻ്റെ ജീവിതത്തെ അറിയുന്നതിന് മുമ്പിൽ എൻ്റെ അവസ്ഥകൾ മുഴുവൻ സമർപ്പിക്കുക ഈശോയെ. എൻ്റെ കണ്ണുകൾ ആഗ്രഹിക്കുന്നതൊക്കെ അതിന് നൽകാൻ, എൻ്റെ കാതുകൾ ആഗ്രഹിക്കുന്നതൊക്കെ അതിന് നൽകാൻ, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊതിക്കുന്നതൊക്കെ അതിന് നൽകി തൃപ്തിയടയാൻ എൻ്റെ മനസ്സ് വെമ്പുന്നുണ്ട് കർത്താവേ. ബലഹീനമായ എൻ്റെ ജീവിതത്തെ മുഴുവനും സമർപ്പിക്കുക ഈശോയെ. അങ്ങൊന്ന് തൊട്ടാൽ മാത്രമേ ഞാൻ പൂർണ്ണ സുഖം പ്രാപിക്കുമെന്ന് തിരിച്ചറിയുക ഈശോയെ. അവിടെ നിന്ന് മനസ്സാകുന്നെങ്കിൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് കുഷ്ഠരോഗി പറഞ്ഞതുപോലെ ഈ രാത്രിയിൽ ദൈവമേ ഞാൻ ദാഹിക്കുക ഈശോയെ. ഒത്തിരി ആഗ്രഹത്തോടെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ഈശോയെ. ദാഹത്തോടെ നിന്റെ തിരുസന്നിധാനത്തിലിരുന്ന് വിശ്വസിച്ച് ഈ ലോകത്തിൽ അങ്ങേ വിശ്വാസത്തോടെ വിളിക്കുന്ന മക്കളോട് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്ന യേശുവേ, ഒന്ന് സ്പർശിക്കണം, എന്നെ ഒന്ന് തുടരണമേ യേശുവേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു യേശുവേ, 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 വിടുതലുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, നാമത്തിലുണ്ടാകട്ടെ. എല്ലാവരും കരങ്ങളടിച്ച് വിശ്വതയോടെ പ്രാർത്ഥിക്കുന്നു. എന്റെ ജീവിതങ്ങളിലേക്ക് കർത്താവ് നൽകുന്ന സൗഖ്യം, സ്പർശനം, വിടുതൽ സംഭവിക്കട്ടെ. പാപം മാറി പോകട്ടെ, ശാപം നീങ്ങി പോകട്ടെ, നാമത്തിൽ വിടുതലുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, കർത്താവ് സ്പർശിക്കട്ടെ, അനേകരുടെ ജീവിതങ്ങളെ സ്പർശിക്കട്ടെ. നാമത്തിൽ തിന്മകൾ നീങ്ങി യേശുവിന്റെ ആത്മാവിന്റെ ശക്തിയാൽ വിടുതലുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ,
കർത്താവ് സൗഖ്യം വർഷിക്കുന്ന, അഭിഷേകം വർഷിക്കുന്ന നിമിഷമാണ്. വിശ്വാസത്തോടെ, ബോധ്യത്തോടെ കർത്താവിന് ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്ന നിമിഷങ്ങളിൽ ഒരിക്കൽ കൂടെ രണ്ട് കരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്നു സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ല 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 ഹല്ല. തീഷ്ണതയോടെ സ്തുതിക്കട്ടെ, തീഷ്ണതയോടെ പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന 30ഓളം വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ പ്രകാശം നിറയുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. നാളുകളായിട്ടുള്ള പ്രത്യേക തലവേദനയുടെ അസ്വസ്ഥതകള്, ഇപ്പോൾ പോലും അതിലൊരു വ്യക്തിക്ക് പ്രത്യേക തലപൊട്ടുന്ന പോലെ തലവേദന അനുഭവപ്പെടുന്ന ഒരു അസ്വസ്ഥതകളെ കർത്താവ് സൗഖ്യം നൽകി ഉയർത്തുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ആരാധന, 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 ആരാധന. നാളുകളായിട്ട് കുടുംബം പ്രാർത്ഥിക്കുന്നു, പ്രത്യേക നിരാശയിലും അസ്വസ്ഥയിലും കഴിയുന്നു, വിവാഹം നടക്കുന്നില്ല. രണ്ട് വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഇടപെടുന്നു, വിവാഹ കാര്യങ്ങൾ ക്രമപ്പെടുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. തീഷ്ണതയോടെ പ്രാർത്ഥിച്ച് സ്തുതിക്കട്ടെ, തീഷ്ണതയോടെ സ്തുതിക്കട്ടെ, തീഷ്ണതയോടെ സ്തുതിക്കട്ടെ, വിശ്വാസത്തോടെ സ്തുതിക്കട്ടെ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എല്ലാവരും സ്തുതിക്കുകയാണ്. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദൈവിക്കുന്ന ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾ മൂലം നടുവിന് പലപ്പോഴും വേദന, ശരീരത്തിന് തളർച്ച, ഈ വിധത്തിലുള്ള 3ഓളം വ്യക്തികളെ കർത്താവ് സ്പർശിക്കുന്നു. മറ്റനേകം പേരുടെ ശരീരത്തിൽ നിന്ന് പലതരത്തിലുള്ളതായ വേദനകളെ, അനുഭവങ്ങളെ കർത്താവ് എടുത്തു മാറ്റി സൗഖ്യം നൽകുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ആരാധന, 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 പരിശുദ്ധമ്മ ആരാധന, പരിശുദ്ധമ്മ ആരാധന, പരിശുദ്ധമ്മ ആരാധന, പരിശുദ്ധമ്മ ആരാധന, പരിശുദ്ധമ്മ ആരാധന, പരിശുദ്ധമ്മ ആരാധന. ഒരു വേരിക്കോസ് വെയിൻ്റെ അസ്വസ്ഥതയെ കർത്താവ് ഇപ്പോൾ സൗഖ്യപ്പെടുത്തുന്നതായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, കർത്താവ് നന്ദി പറയുക, ഹൃദയത്തിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയ സംബന്ധമായ പ്രത്യേക അസ്വസ്ഥതകളെ, ബ്ലോക്ക്, ഈ വിധത്തിലുള്ള രോഗപീഠയിൽ നിന്ന് രണ്ട് വ്യക്തികൾക്ക് കർത്താവ് സൗഖ്യം നൽകി രക്ഷയിലേക്ക് നയിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. പലതരത്തിലുള്ള ഭയത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഈ സമൂഹത്തിലെ 7ഓളം വ്യക്തികൾക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. നാളുകളായിട്ട് പലതരത്തിലുള്ള സഹനങ്ങള്, പലതരത്തിലുള്ള അസ്വസ്ഥതകൾ, കുടുംബത്തിൽ ഒന്നും ഉയർച്ചയില്ലാത്ത അവസ്ഥകൾ, കുടുംബത്തിൽ തിന്മ കെട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ, ഈ വിധത്തിലുള്ള 15ഓളം കുടുംബങ്ങളെ കർത്താവ് സ്പർശിക്കുന്നു. ഈശോ അവരുടെ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നതായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആരാധന, 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 ആരാധന. മാനസികമായ ചില സമ്മർദ്ദങ്ങൾ മൂലം ഉദര സംബന്ധമായ ചില പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന ഈ സമൂഹത്തിലെ രണ്ട് വ്യക്തികളെ കർത്താവ് സ്പർശിക്കുന്നു, സൗഖ്യം കൊടുക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ഒരു അപകടത്തെ തുടർന്ന് കാലില് ഉണ്ടായ, കാൽപ്പത്തിക്കുണ്ടായ ഒരു പ്രത്യേക വേദന കർത്താവ് എടുത്തു മാറ്റി ഒരു മകനെ സൗഖ്യപ്പെടുത്തുന്നതായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക, നന്ദി പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുക, വിശ്വാസത്തോടെ സ്തുതിക്കുക. കർത്താവ് ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങൾ ഈ സമൂഹത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ദൈവത്തിന് ഹൃദയം തുറന്ന് നന്ദി പറയാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് മുട്ടുകുത്തുന്ന സമയമാണിത്. എല്ലാവരും മുട്ടുകുത്തുന്ന പ്രാർത്ഥിക്കുകയാണ് ഈ നിമിഷം. കർത്താവ് ജീവിക്കുന്ന ദൈവം നിന്റെ ജീവിതങ്ങളിലേക്ക് വലിയ സൗഖ്യങ്ങൾ ഒഴുക്കുന്ന അത്ഭുതങ്ങളുടെ നിമിഷമാണ് കർത്താവിൻ്റെ ആശീർവാദന സമയം. സ്നേഹത്തോടെ കരങ്ങൾക്കൊപ്പം ബലഹീനമായ ജീവിതാവസ്ഥകൾ മുഴുവൻ കർത്താവിന് വിട്ടുകൊടുക്കാം. ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകളോ കുറവുകളോ ഉണ്ട്, എൻ്റെ ജീവിതത്തിൽ പാപാവസ്ഥകളുണ്ടെന്നുള്ള ചിന്തകളൊക്കെ വിടുക. ഹൃദയം തുറന്ന് കർത്താവിനെ സമീപിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥാണെന്ന് കർത്താവ് വചനത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. തകർന്ന ഹൃദയത്തെ കർത്താവ് നിരസിക്കുന്നില്ല. ഉരുകിയ മനസ്സാണ് കർത്താവിനെ സ്വീകാര്യമായ ബലിയെന്ന് 51 സങ്കീർത്തനം 16-17 വചനത്തിലൂടെ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. മകനെ, മകളെ, നീ ഏത് തരത്തിലുള്ള പാപാവസ്ഥകളിലോ ബന്ധനങ്ങളിലോ അസ്വസ്ഥതകളിലോ കടബാധ്യതകളോ നിനക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രതിസന്ധികളോ ആയിക്കോട്ടെ, നിന്റെ ജീവിതത്തെ ഈ രാത്രി നീ ഒന്ന് കർത്താവിനോട് ചേർത്ത് വയ്ക്കുക. ജീവിക്കുന്നൊരു ദൈവം ഇവിടെയുണ്ടെന്ന് വിശ്വാസത്തോടെ ചേർത്ത് വയ്ക്കുക.
നിന്റെ ജീവിതത്തെ കർത്താവ് സ്പർശിക്കുന്ന നിമിഷങ്ങളാണിത്. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന നിമിഷങ്ങളാണിത്. 2 കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എല്ലാവരും ഉയർത്തിപ്പിടിക്കുകയാണ് ഈ നിമിഷം. കർത്താവ് ആശീർവദിക്കുന്ന സമയം കർത്താവിനെ സ്തുതിച്ചുകൊണ്ടാണ് ആശീർവാദം സ്വീകരിക്കുക. കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ആശീർവാദം സ്വീകരിക്കുക. 2 കരങ്ങൾ ഉയർത്തുക. ദൈവ പൈതലേ, നീ വിശ്വസിക്കുക. നിന്റെ ജീവിതത്തെ ഏത് തരത്തിലുള്ള അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കാൻ കരുത്തുള്ള കർത്താവാണ് നിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തുന്നത്. തടവറയിൽ കിടന്ന് ബന്ധനത്തിൽ കഴിഞ്ഞവർക്ക് മോചനം കൊടുക്കുന്ന കർത്താവാണ് നിന്റെ ജീവിതത്തിലേക്ക് കരങ്ങൾ ഉയർത്തുന്നത്. വിശ്വസിക്കുക, വിശ്വസിക്കുക. ഏത് ബന്ധനത്തിൽ നിന്റെ ജീവിതമായിക്കോട്ടെ, കർത്താവ് നിന്നെ ഈ നിമിഷം സ്പർശിച്ച് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും, നിന്നെ കൂട്ടിപ്പെട്ടിട്ടിരിക്കുന്ന സകല തരത്തിലുള്ളതായ അസ്വസ്ഥതകളിൽ നിന്നും വിടുതൽ നൽകുന്ന സമയമാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, വിശ്വസിച്ച് സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഓ ദൈവമേ, ബലഹീനമായ എൻ്റെ ശരീരത്തെ നീ ഇപ്പോൾ സ്പർശിക്കണമേ. ബലഹീനമായ എൻ്റെ മനസ്സിനെ സ്പർശിക്കണമേ. എൻ്റെ കുടുംബത്തെ സ്പർശിക്കണമേ. എൻ്റെ കടബാധ്യതകളിലേക്ക് ഇടപെടണമേ. ഞാനിപ്പോൾ സമർപ്പിക്കുന്ന സകല നിയമങ്ങളിലേക്കും ജീവിക്കുന്ന ദൈവമേ, നിന്റെ കരങ്ങൾ നീട്ടി സ്പർശിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിവിധ ഇടങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അനേകരിലേക്ക് കർത്താവിന്റെ ശക്തി ഇപ്പോൾ നിറയുന്നു. കരങ്ങൾക്കൊപ്പം പരിശുദ്ധ ദിവ്യകാരുണ്യത്തെ സ്നേഹത്തോടെ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ വാരിവെതറിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവിക്കും ദൈവമേ, പാലിക്കും ദൈവമേ, ആരാധിക്കുന്നു ഞാൻ നിന്നെ എന്നും. ജീവിക്കും ദൈവമേ, പാലിക്കും ദൈവമേ, ആരാധിക്കുന്നു ഞാൻ നിന്നെ എന്നും. എന്റെ കണ്ണീർ തുടയ്ക്കുന്ന സ്നേഹമേ, എന്റെ ദുഃഖം മാറ്റിടും കാരുണ്യമേ.